അസ്സലാമു അലൈക്കും. ആദരണീയരായ സമുദായ സ്നേഹികളെ, നമുക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന അത്തിപ്പറ്റ മുഹ്യദ്ദീൻ കുട്ടി മുസ്ലിയാർ അവറുകൾ വിട പറഞ്ഞിട്ട് 2 വർഷം പൂർത്തിയാകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറൂസ് മുബാറക്ക് നമ്മുടെ ഫത്തുൽ ഫത്താഹിലും ബന്ധപ്പെട്ട മഹലിലുമൊക്കെ വളരെ ഊർജിതമായി നടക്കുകയാണല്ലോ. ഉസ്താദ് അവറുകളുടെ സ്മരണകൾ അത് നമ്മയൊക്കെ ഒരിക്കലും മായാത്ത ഒരു രീതിയിൽ നമ്മുടെയൊക്കെ മനസ്സിലത് നിലനിൽക്കുകയാണ്. ഒരു പുരുഷായുസ് മുഴുവനും ദീനി സേവനത്തിൻ്റെയും അതുപോലെ തന്നെ സംഘടനാ തലത്തിലുള്ള നേതൃ പദവിയിൽ അലങ്കരിച്ചുകൊണ്ട് ആത്മീയതയുടെ നിറവിൽ നമുക്ക് വഴി കാണിച്ചു തന്ന ഉത്തമ വ്യക്തിത്വമായിരുന്നല്ലോ അത്തിപ്പറ്റ ഉസ്താദ് അവറുകൾ. സ്നേഹത്തോടെ മാത്രമേ, കടപ്പാടുകളോടെ മാത്രമേ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല അദ്ദേഹത്തെ. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രകൃതം എന്നുള്ളത്. ലാളിത്യത്തിൻ്റെ ഇത്രയും മഹത്തരമായ മറ്റൊരു ഉദാഹരണത്തെ ഇപ്പം നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനില്ല എന്നുള്ളതാണ്. ആത്മീയതയുടെ ഉയർന്ന പടവുകളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുമ്പോഴും ആത്മീയത എന്നുള്ളത് എത്രമാത്രം ലളിതമാണ് എന്ന് വർത്തമാനകാല സമൂഹത്തിന് അദ്ദേഹം ബോധ്യപ്പെടുത്തി തന്നു എന്നുള്ളതാണ്. ആത്മീയതയുടെ പേരിൽ പലരും പല സിംഹാസനങ്ങളും സൃഷ്ടിക്കുന്ന ഒരു കാലമാണല്ലോ ഇത്. അവിടെയാണ് ആത്മീയത എന്നുള്ളത് സിംഹാസനമല്ല, അത് സ്നേഹമാണ്. അത് സഹജീവിയോടുള്ള കടമകൾ നിറവേറ്റലാണ് എന്നാണ് അത്തിപ്പറ്റ ഉസ്താദ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. തൻ്റെ മുന്നിലെത്തുന്നവർ, ആ മുന്നിലെത്തുന്നവരോട് അദ്ദേഹം കാണിച്ച ദയാവായ്പ് അത് മറ്റൊന്നുകൊണ്ടല്ല. സൂഫികൾ മറ്റുള്ളവരുടെ ഹൃദയം വായിക്കാൻ കഴിയുന്നവരാണ് എന്നാണ് തസവൂഫ് പറയുന്നത്. അഹ്ലെ ദിൽ എന്നാണ് അവരറിയപ്പെടുന്നത്. ഹൃദയത്തിൻ്റെ ആളുകൾ എന്നാണ് സൂഫികൾ, ആ ഒരു ടെർമിനോളജിയാണ് ഉള്ളത്. ഹൃദയത്തിൻ്റെ ആളുകൾ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അവറുകൾ ഹൃദയത്തിൻ്റെ ആൾ തന്നെയായിരുന്നു. തൻ്റെ മുമ്പിലെത്തുന്നവരുടെ ഹൃദയം വായിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരോട് അത്രക്കേറെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പെരുമാറാനും വർത്തമാനം പറയാനും അദ്ദേഹത്തിന് സാധിച്ചത്. തൻ്റെ മുമ്പിൽ കാണുന്നതിനെയൊക്കെ സത്യത്തിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം വിലയിരുത്തിയത് എന്നുള്ളതാണ്. ആ സത്യം വിളിച്ചു പറയുവാൻ അത്തിപ്പറ്റ ഉസ്താദ് ആരെയും ഭയപ്പെട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തെ അറിയുന്ന ആർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണത്. എനിക്ക് തന്നെ ധാരാളം അനുഭവമുണ്ട്. അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങൾ ചെന്നു കൊള്ളുന്നത് സമൂഹത്തിലെ വലിയ സുപ്രധാനികളായ ആളുകളുടെ നേർക്കാണ്. അവർ വലിയ സമ്പന്നരാണ്, വലിയ പദവികൾ കൈകാര്യം ചെയ്യുന്നവരാണ്. പക്ഷേ അത്തിപ്പറ്റ ഉസ്താദിന് അതൊരു തടസ്സമായിരുന്നില്ല. സത്യം വിളിച്ചു പറയുവാൻ അദ്ദേഹത്തിന് മറ്റൊന്നും ഒരു മാനദണ്ഡമായിരുന്നില്ല. പദവികളോ അധികാരമോ സമ്പത്തോ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു തടസ്സമായിരുന്നില്ല എന്നുള്ളത് അതുതന്നെയാണ് ഒരു ആത്മീയ നേതാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലാളിത്യം കാത്തു സൂക്ഷിക്കുമ്പോഴും സത്യത്തിൻ്റെ കടിഞ്ഞാൺ തൻ്റെ കൈകളിൽ ഭദ്രമായിരിക്കണം എന്ന സന്ദേശമാണ് മഹാനവറുകൾ സമൂഹത്തിന് നൽകിയത്. എല്ലാ ആത്മീയ നേതാക്കന്മാർക്കുമുള്ള മാതൃകയാണ്. ഇന്നിപ്പോൾ പല തരത്തിലുണ്ടല്ലോ. നമ്മുടെ സമൂഹത്തിന് മാത്രമല്ല, ലോകത്ത് തന്നെ ആത്മീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ ലക്ഷങ്ങൾ, കോടികൾ, ഡോളറുകൾ സമ്പാദിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ ഈ മഹാൻ ഉദാഹരണങ്ങളില്ലാത്ത മഹിതമായ പദവിയുടെ ഉദാഹരണമാണ്. അദ്ദേഹത്തെ നമ്മൾ സ്നേഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് ഇപ്പോഴും പ്രചോദനവും പ്രോത്സാഹനവുമാണ്. ദീനീ സേവന രംഗത്ത്, സംഘടനാ പ്രവർത്തന മേഖലയിൽ മുന്നേറുമ്പോൾ
നമുക്കൊക്കെ മുമ്പിൽ ആ മനുഷ്യൻ, ലാളിത്യത്തിൻ്റെ പ്രതീകമായ, ഹൃദയവിശാലതയുടെ പ്രതീകമായ ആ മനുഷ്യൻ്റെ മുഖം നമ്മൾ ഓർമ്മിക്കുക. അതുതന്നെയാണ് നമുക്ക് അദ്ദേഹത്തോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്മാരകം. അദ്ദേഹത്തോടുള്ള അനുസ്മരണം എന്നുള്ളത് നമ്മൾ ആ മുഖത്തെ ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ വിശുദ്ധനോടൊപ്പം അള്ളാഹു നാം ഏവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വഹ്ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.